Toon Bells. പക്ഷേ സൂക്ഷിക്കണം, മനുഷ്യരുടെ മനസ്സ് പാമ്പുകളേക്കാൾ വിഷമുള്ളതാണ്. രാമപുരം എന്ന മനോഹരമായ ഗ്രാമം. അസ്തമയ സൂര്യന്റെ കിരണങ്ങളേറ്റ് ആകാശം ചുവന്നു തുടുത്തിരുന്ന ഒരു വൈകുന്നേരം. അനാമിക തന്റെ കൂട്ടുകാരികളോടൊപ്പം പുഴയിൽ കുളി കഴിഞ്ഞ് കരക്കേത്ത് കയറി. നനഞ്ഞ വസ്ത്രങ്ങൾ മാറാനായി എത്തിയ അനാമിക കണ്ടത് ഞെട്ടിക്കുന്നൊരു കാഴ്ചയായിരുന്നു. മിന്നിത്തിളങ്ങുന്നൊരു പൊന്നാകം അവളുടെ വസ്ത്രങ്ങൾക്ക് മുകളിൽ പത്തി വിടർത്തിയിരിക്കുന്നു. പേടിച്ചു വിറച്ച അനാമിക നിലവിളിച്ചു, അമ്മേ, പാമ്പ്! എന്റെ തുണികൾക്ക് മുകളിൽ ഒരു നാഗം ഇരിക്കുന്നു. ആരെങ്കിലും ഓടി വരണേ. അനാമിക, അത് വെറുമൊരു പാമ്പല്ല. നോക്കൂ, അതിന്റെ തലയിൽ മാണിക്യം തിളങ്ങുന്നു. ഭയപ്പെടേണ്ട അനാമിക, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. പക്ഷേ നിന്റെ വസ്ത്രങ്ങൾ നിനക്ക് ലഭിക്കണമെങ്കിൽ നീ എനിക്കൊരു വാക്ക് നൽകണം. അനാമിക ഭയപ്പെടുന്നത് കണ്ട് ആ സർപ്പം മനുഷ്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. പാമ്പ് സംസാരിക്കുകയോ? ഞാൻ സ്വപ്നം കാണുകയാണോ? നിനക്ക് എന്താണ് വേണ്ടത്? നീ എന്നെ വിവാഹം കഴിച്ച് എൻ്റെ നാഗലോകത്തെ മഹാറാണിയായി വരണം. നീ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് മാറൂ. ഒരു പാമ്പിനെ വിവാഹം കഴിക്കാനോ? ശരി, സമ്മതിച്ചു. ആദ്യം എന്റെ വസ്ത്രങ്ങൾ വിട്ടുതരൂ. എന്റെ ജ്യേഷ്ഠന്മാർ വന്നാൽ നിന്നെ കൊന്നുകളയും. വാക്ക് കിട്ടിയതോടെ സർപ്പം ശാന്തനായി മെല്ലെ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയി. അതൊരു വെറും ഭ്രമമാണെന്നും ആ പാമ്പിനി വരില്ലെന്നും കരുതി അനാമിക വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ കാലം കടന്നു പോയപ്പോൾ ആ വാക്ക് സത്യമാകുന്ന ദിവസം വന്നു ചേർന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി പാമ്പുകളുടെ ഒരു കൂട്ടം ഗ്രാമത്തിലെത്തി അനാമികയുടെ വീട് വളഞ്ഞു. എന്താണത്? ഈ പാമ്പുകളെല്ലാം നമ്മുടെ വീട് വളഞ്ഞിരിക്കുകയാണല്ലോ. ശിവ, കൃഷ്ണ, വടികളെടുക്കൂ. ഈ വട്ടകളെ അടിച്ചു കൊല്ലൂ. നിൽക്കൂ, ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല. നിങ്ങളുടെ സഹോദരി അനാമിക ഞങ്ങളുടെ യുവരാജാവിന് നൽകിയ വാക്ക് പ്രകാരം അവളെ നാഗലോകത്തേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. എന്റെ മകൾ പാമ്പുകളുടെ കൂടെ പോവുകയോ? ഇത് അനീതിയാണ്. നൽകിയ വാക്ക് പാലിക്കണമെന്നും തന്റെ വംശത്തിന്റെ അന്തസ്സ് കാക്കണമെന്നും തീരുമാനിച്ച അനാമിക, നിൽക്കൂ ജ്യേഷ്ഠ, അന്ന് നദിക്കരയിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇദ്ദേഹത്തിന് വാക്ക് നൽകിയതാണ്. വാക്ക് തെറ്റിക്കുന്ന ശീലം നമ്മുടെ കുടുംബത്തിനില്ലല്ലോ. ഞാൻ പോകും. എനിക്കെന്നിൽ വിശ്വാസമുണ്ട്. ധർമ്മം എന്റെ കൂടെയുണ്ടെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല. എനിക്ക് യാത്രയയപ്പ് നൽകൂ. ഭ്രാന്തി, അവ വിഷപ്പാമ്പുകളാണ്. നിന്നെ അവ വിരിഞ്ഞിക്കളയും. ആ സർപ്പങ്ങൾക്കൊപ്പം നദിയിലേക്ക് പോയി. നദിക്കടിയിൽ 1000 സൂര്യന്മാരുടെ പ്രഭയോടെ വിളങ്ങുന്ന നാഗലോകത്തെ കൊട്ടാരത്തിലെത്തിയപ്പോൾ ആ പൊന്നാകം തേജസ്വിയായ ഒരു രാജകുമാരനായി മാറി. നിങ്ങൾ പാമ്പല്ല, രാജകുമാരനാണ്. അതെ അനാമിക, എൻ്റെ പേര് നാഗവർദ്ധൻ. ഒരു ശാപം കാരണം എനിക്ക് ഭൂമിയിൽ സർപ്പരൂപത്തിൽ കഴിയേണ്ടി വന്നു. നാഗലോകത്ത് മാത്രമേ എനിക്ക് മനുഷ്യനായിരിക്കാൻ കഴിയൂ. നീ ധൈര്യത്തോടെ ഇവിടേക്ക് വന്നു. നിന്റെ ശുദ്ധമായ മനസ്സാണ് എൻ്റെ ശാപമോക്ഷത്തിലേക്കുള്ള ആദ്യപടി. നിങ്ങളുടെ കണ്ണുകളിൽ സത്യസന്ധതയുണ്ട്. നിങ്ങളുടെ ശാപം മാറുന്ന ദിവസത്തിനായി ഞാൻ കാത്തിരിക്കും. അനാമികയും നാഗവർദ്ധനം സുഖമായി ജീവിച്ചു. അവർക്ക് 2 മക്കളും ജനിച്ചു. എന്നാൽ ഒരു ദിവസം തന്റെ ജന്മനാടിനെ ഓർത്ത് അനാമിക കരഞ്ഞു. എന്തിനാണ് അനാമിക നിന്റെ കണ്ണുകൾ നിറഞ്ഞത്? ഇവിടെ നിനക്ക് എന്താണ് കുറവുള്ളത്? സ്വാമി, എനിക്കിവിടെ എല്ലാ സുഖങ്ങളുമുണ്ട്. പക്ഷെ എൻ്റെ അമ്മയെയും ജ്യേഷ്ഠന്മാരെയും കാണാൻ മനസ്സ് തുടിക്കുന്നു. അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമോ എന്നാണ് എൻ്റെ പേടി. ശരി, നിന്റെ ആഗ്രഹം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ സൂക്ഷിക്കണം, മനുഷ്യരുടെ മനസ്സ് പാമ്പുകളേക്കാൾ വിഷമുള്ളതാണ്. തിരികെ വരാൻ ഈ രഹസ്യമന്ത്രം ഓർത്തുവെക്കുക. നാഗവർദ്ധൻ അവളുടെ ആഗ്രഹം സമ്മതിച്ചു. നാഗലോകനാഥ, നവമണിപ്രദാത, എൻ വിളികേട്ട് മനുജനായി വരിക നീ. നദിക്കരയിൽ നിന്ന് ഈ മന്ത്രം ചൊല്ലിയാൽ മാത്രമേ ഞാൻ പുറത്തു വരൂ. ഇതാരോടും പറയരുത്.
അനാമിക മക്കളോടൊപ്പം വീട്ടിലെത്തി. അവളുടെ പക്കലുള്ള അളവറ്റ സമ്പത്ത് കണ്ട് ജ്യേഷ്ഠന്മാരുടെ മനസ്സിൽ അസൂയയും സംശയവും ഉണ്ടായി. കണ്ടോ ശിവ, നമ്മുടെ അനിയത്തി എത്ര ഐശ്വര്യത്തോടെയാണ് വരുന്നത്. ദേഹം നിറയെ ആഭരണങ്ങൾ. പക്ഷെ അവളുടെ ഭർത്താവ് ഒരു പാമ്പാണെന്ന് പറഞ്ഞ് നാട്ടുകാർ ചിരിക്കുന്നു. ഇത് നമ്മുടെ കുടുംബത്തിന് അപമാനമാണ്. അതെ ജ്യേഷ്ഠ, ആ പാമ്പിനെ നമ്മൾ എങ്ങനെയും തടയണം. അവൻ നമ്മുടെ അനിയത്തിയെ എന്തോ മന്ത്രം ചെയ്ത് വശീകരിച്ചിരിക്കുകയാണ്. ആ രഹസ്യമറിയാനായി അവർ അനാമികയുടെ ചെറിയ മകൾ ഈശാനിയെ വശത്താക്കി. ഈശാനി, നിന്റെ അച്ഛനെ വിളിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? അദ്ദേഹം എങ്ങനെയാണ് പുറത്തു വരുന്നത്? അതൊരു രഹസ്യമാണ് മാമ. എന്റെ അമ്മ ഒരു മന്ത്രം ചൊല്ലും. മോളെ ഈശാനി, ഞങ്ങൾ നിന്റെ കുടുംബമല്ലേ? ആ മന്ത്രം ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഞങ്ങൾ നിന്റെ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ. ആ കുഞ്ഞറിയാതെ ആ മന്ത്രം ജ്യേഷ്ഠന്മാരോട് പറഞ്ഞു. അനാമിക ഉറങ്ങിക്കിടന്ന സമയം ജ്യേഷ്ഠന്മാർ നദിക്കരയിൽ പോയി ആ മന്ത്രം ചൊല്ലി. നാഗലോകനാഥ നവമണിപ്രദാത, എൻ വിളി കേട്ട് മനുജനായി വരിക നീ. വിളി കേട്ട് വിശ്വാസത്തോടെ പുറത്തുവന്ന നാഗവർദ്ധനെ അവർ തടവിലാക്കി. അനാമിക എവിടെ? നിങ്ങൾ എന്തിനാണ് എന്നെ തടവിലാക്കുന്നത്? എടാ നാഗരാജകുമാര, ഞങ്ങളുടെ അനിയത്തിയെ വിട്ടുപോയിക്കോ. നീ കാരണമാണ് ഞങ്ങളുടെ വംശത്തിന് ചീത്തപ്പേരുണ്ടാവുന്നത്. നിന്നെ ഇന്ന് ഞങ്ങൾ തീർക്കും. ഇതറിഞ്ഞ അനാമിക ഓടി അവിടെ എത്തി. ജ്യേഷ്ഠ, വേണ്ട, നിർത്തൂ. അദ്ദേഹം നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? അന്തസ്സോ ജീവനേക്കാൾ വലുതാണോ അന്തസ്? അദ്ദേഹം എന്റെ ഭർത്താവാണ്, എന്റെ മക്കളുടെ അച്ഛനാണ്. സ്നേഹത്തെ കൊല്ലുന്ന നിങ്ങൾക്ക് അന്തസ്സിനെക്കുറിച്ച് സംസാരിക്കാൻ അർഹതയില്ല. അനാമിക, നിനക്ക് വട്ടാണ്. ഇവൻ മനുഷ്യനല്ല, ഒരു സർപ്പമാണ്. ലോകം നിന്നെ പരിഹസിക്കുന്നു. ഇവനെ കൊന്നാലേ നമ്മുടെ മാനം രക്ഷപ്പെടൂ. നിസ്സഹായയായ അനാമിക ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഓ നാഗലിംഗേശ്വര, എന്റെ ഭർത്താവിന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ലോകത്ത് ധർമ്മത്തിന് അർത്ഥമില്ലാതാകും. എന്റെ ജ്യേഷ്ഠന്മാരുടെ അറിവില്ലായ്മ പൊറുക്കൂ, അല്ലെങ്കിൽ എന്നെ ഒരു ശിലയാക്കി മാറ്റൂ. അവളുടെ പ്രാർത്ഥന കേട്ടെന്നോണം ആകാശം ഇടിവെട്ടി വിറച്ചു. ആ ഭീകര ദൃശ്യം കണ്ട് ജ്യേഷ്ഠ, നോക്കൂ, നദിയിൽ നിന്ന് വലിയൊരു വെളിച്ചം വരുന്നു. നമ്മൾ തെറ്റ് ചെയ്തോ? അതെ ജ്യേഷ്ഠ, നമ്മുടെ അനിയത്തിയുടെ കണ്ണുനീർ നമ്മളെ ദഹിപ്പിക്കുകയാണ്. നമുക്ക് അവളോട് മാപ്പ് ചോദിക്കാം. ജ്യേഷ്ഠന്മാർ പശ്ചാത്താപത്തോടെ നാഗവർദ്ധനെ മോചിപ്പിച്ചു. അനാമികയുടെ കണ്ണുനീർ തുള്ളികൾ നാഗവർദ്ധന്റെ മേൽ വീണതോടെ അവന്റെ ശാപം എന്നേക്കുമായി അവസാനിച്ചു. ബലരാമ, ഭയം മനുഷ്യനെ ക്രൂരനാക്കും, പക്ഷേ സ്നേഹം മനുഷ്യനെ ദൈവമാക്കും. ക്ഷമിക്കൂ നാഗവർദ്ധൻ. അനാമിക, എന്നോട് ക്ഷമിക്കൂ. നിങ്ങളുടെ ബന്ധം എത്ര പവിത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ജ്യേഷ്ഠ, ഇനി നമ്മൾ എല്ലാവരും ഒരൊറ്റ കുടുംബമാണ്. നാഗലോകമെന്നോ ഭൂലോകമെന്നോ വ്യത്യാസമില്ല.